മധ്യ തിരുവിതാംകൂറിൽ മാറ്റത്തിന് വഴിതെളിച്ച ശൂരനാട് സംഭവത്തിന് 75 വയസ്സ്. പ്രാഥമികമായ മനുഷ്യാവകാശം പോലും നിശ്ചിതമായ വ്യവസ്ഥക്കെതിരെ ഒരു ജനസമൂഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധീരമായ പോരാട്ടവും അവിശ്വസനീയമായ ചെറുത്തുനിൽപ്പുമാണ് ശൂരനാട് സംഭവം. ഒരു നാട് മുഴുവൻ പോലീസിന്റെ തേർവാഴ്ചയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ടു. നിരവധി പേർ രക്തസാക്ഷികളായി. പൗരസ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതായി. മർദ്ദനമേറ്റവരുടെ എണ്ണം എത്രയെന്ന് പോലും കണക്കില്ല. ലോക്കപ്പുകളും ജയിലുകളും കൊലയറകളായി. പോലീസിനെ ഭയന്ന് അഭയാർത്ഥികളായി നാട് വിട്ട് മറ്റിടങ്ങളിൽ അഭയം തേടിയവരും ഏറെയാണ്. സമരത്തിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള മുഴുവൻ സംഘടനകളെയും സർക്കാർ നിരോധിച്ചു. ജന്മിത്വവും അവരുടെ പിണിയാളുകളുമായ ഭരണകൂടവും അഴിച്ചുവിട്ട കിരാതമായ മർദ്ദനങ്ങളെയും പൗരാവകാശ ധ്വംസനങ്ങളെയും ശൂരനാട്ടെ ജനങ്ങൾ ധീരമായി തന്നെ നേരിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനവർക്ക് താങ്ങും തണലുമായി. പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്തു. ജന്മിത്വത്തിന്റെ വേരുറത്ത് ജനകീയ പ്രസ്ഥാനം ചെങ്കൊടി സ്ഥാപിച്ചു. 75 വർഷം മുമ്പത്തെ ശൂരനാടും ഇന്നത്തെ ശൂരനാടും തമ്മിലുള്ള അന്തരം കാണുമ്പോഴേ സഖാക്കളുടെ ത്യാഗം എത്ര മഹത്വപൂർണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പാവപ്പെട്ട കൃഷിക്കാരും കർഷക തൊഴിലാളികളും തിങ്ങി പാർക്കുന്ന നാടാണ് ശൂരനാട്. അന്നും ഇന്നും കനകം വിളയുന്ന മണ്ണ്. കൃഷിഭൂമിയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും യാതൊരു അവകാശവും അന്നില്ലായിരുന്നു. കൃഷിയോഗ്യമായ ഭൂമിയുടെ ഗണ്യമായ ഭാഗവും നാട്ടുപ്രമാണിമാരുടെ കൈവശം തന്നെയായിരുന്നു. അവരിൽ പ്രമുഖരായിരുന്നു തെന്നല പിള്ളമാർ. അടിമകളെ പോലെ പണിയെടുത്ത് നട്ടല്ലൊടിയുന്ന ഈ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും രാപ്പകൽ അധ്വാനിച്ചാൽ കിട്ടുന്നത് തുച്ഛമായ കൂലി മാത്രമാണ്. തിരുവായ്ക്ക് എതിർവായില്ലാത്ത കാലം. തീണ്ടലും തുടലും സാർവത്രികമായിരുന്നു. മുണ്ടുടുക്കാനും മുടിമുറിക്കാനും മീശ വെക്കാനും വഴി നടക്കാനും എന്തിന് പാത്രത്തിൽ കഞ്ഞി കുടിക്കാൻ പോലും അവകാശമില്ലായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാം ജന്മിമാരുടെ സ്വകാര്യ സ്വത്തായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒളിവിൽ പ്രവർത്തിക്കുന്ന കാലം. ജനാധിപത്യ യുവജന സംഘടനയുടെ പേരിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. ശൂരനാട്ടും സംഘടനയുടെ ശക്തമായ ഒരു ഘടകം പ്രവർത്തിച്ചു തുടങ്ങി. പ്രാദേശിക പ്രശ്നങ്ങളിൽ യുവാക്കൾ സജീവമായി ഇടപെടാൻ തുടങ്ങിയപ്പോൾ ജന്മിമാർക്ക് അതങ്ങ് സഹിച്ചില്ല. അന്ന് ആരെങ്കിലും പ്രതിയാക്കാനും കുറ്റം സ്ഥാപിക്കാനും അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മുദ്രകുത്തിയാൽ മാത്രം മതിയായിരുന്നു. ഈ ചെറുപ്പക്കാരും അങ്ങനെ മുദ്രകുത്തപ്പെട്ടു. പാർട്ടി നേതാക്കളായ പുതുപ്പള്ളി രാഘവൻ, ശങ്കരനാരായണൻ തമ്പി, തോപ്പിൽ ബാസി, CK കുഞ്ഞിരാമൻ തുടങ്ങിയവർ ഇവരുമായി ബന്ധം സ്ഥാപിച്ചു. പലതവണ അവർ അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തു. നടവിടക്കിയതിൽ പരമു നായർ, കളക്കാട്ടുതറ പരമേശ്വരൻ നായർ, ചാത്താൻകുട്ടി ചെറപ്പാട്ട് തുടങ്ങിയവരായിരുന്നു ആ യുവ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ജന്മിമാരുടെ മുഷ്കിനെ വെല്ലുവിളിക്കാൻ ഇവർ തയ്യാറായതോടെ അന്തരീക്ഷം സംഘർഷ ഭരിതമാവുകയായിരുന്നു. പുന്നപ്ര വയലാർ ദിനാചരണം ശൂരനാട് നടത്തണമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി ഒരു പ്രകടനമാണ് നിശ്ചയിച്ചത്. ശൂരനാട് കണ്ട ആദ്യത്തെ ചെങ്കൊടി പ്രകടനം. വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. പക്ഷെ ഹാലിളകിയ ജന്മിമാരും അവരുടെ ഗുണ്ടകളും ചേർന്ന് പ്രകടനത്തിൽ പങ്കെടുത്തവരെ കല്ലെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു. ചെങ്കൊടി പിടിച്ചു വാങ്ങി കത്തിച്ചു. കമ്മ്യൂണിസം നശിച്ചുവെന്ന് ആക്രമികൾ ആർത്തുവിളിച്ചു. യുവാക്കൾ അടങ്ങിയില്ല. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്തു കൂടി വീണ്ടും പ്രകടനം നടത്തി. ആ പ്രകടനത്തിന്റെ പിന്നിൽ വള്ളിക്കുന്നത്ത് നിന്ന് പേരൂർ മാധവൻ പിള്ളയുടെ നേതൃത്വത്തിൽ ഏതാനും പേർ ഉണ്ടെന്ന് കണ്ട ഗുണ്ടകൾ അന്ന് ഭയന്ന് പിന്മാറുകയായിരുന്നു. വിജയകരമായ ആ പ്രകടനത്തോടെ ജന്മിമാർ യുവാക്കളുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തു. പോലീസ് പ്രതികളെ തിരഞ്ഞ് അവിടെയൊക്കെ കയറി ഇറങ്ങി. കണ്ണിൽ കണ്ടവരെയൊക്കെ തല്ലി. യുവാക്കൾ ഒളിവിലുമായി. പകൽ സമയം അവർ സമീപ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കും. രാത്രിയിലെ വീടുകളിൽ എത്താറുള്ളൂ. ഉള്ളന്നൂർ കുളം ശൂരനാട് കിഴക്കിട ഏലയുടെ തെക്കേ അരിക് ചേർന്ന് കിടക്കുന്ന ഒരു പൊതുകുളമാണ്. പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ കുളം പൊടുന്നേനെ ഒരാൾ ലേലത്തിൽ പിടിച്ചു. തെന്നല ഗോപാലപിള്ളയുടെ പ്രേരണയിലാണ് ഇത് ചെയ്തിരുന്നത്. അന്നോളം പൊതുജനങ്ങൾ ഒന്നിച്ചിറങ്ങി മീൻ പിടിച്ച് പങ്കിട്ടെടുക്കുന്ന പതിവ് അങ്ങനെ തെറ്റുകയായിരുന്നു. അത് പരിസരവാസികളെ രോഷാകുലരാക്കി. അവർ കുളത്തിലിറങ്ങി മീൻ പിടിച്ചു. ലേലം പിടിച്ചയാൾ പോലീസിൽ ചെന്ന് പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി ജന്മിഗ്രഹത്തിൽ ക്യാമ്പ് ചെയ്തു. തീറ്റയും കുടിയും സൽക്കാരവും കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ പ്രതികളെ തിരയാൻ അവരുടെ കൂരകളിലേക്ക് നീങ്ങി. ജന്മിമാരും അനുചരന്മാരും ചൂട്ട വീശി വഴി കാട്ടി കൊടുത്തു. പായ്ക്കാലിന്റെ വീട്ടിലേക്കാണ് അവർ ആദ്യം ചെല്ലുന്നത്. അവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോപാലൻ പിള്ളയും പരമേശ്വരൻ നായരും മറ്റ് സഖാക്കളോടൊപ്പം മാറി നിൽക്കുകയായിരുന്നു. പോലീസുകാർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ശല്യപ്പെടുത്താൻ തുടങ്ങി. കൂട്ട നിലവിളിയായപ്പോൾ അയൽക്കാരും ദൂരെ മാറി നിന്നിരുന്ന സഖാക്കളും രംഗത്തെത്തുകയായിരുന്നു. പോലീസുമായി ഏറ്റുമുട്ടി. സംഘടനത്തിൽ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 4 പോലീസുകാർ മരിച്ചു. എതിർഭാഗത്ത് നിരവധി സഖാക്കൾക്ക് പരിക്ക് പറ്റി. പലരുടെയും നില മാരകമായിരുന്നു. 1950 ജനുവരി 1 പുതുവർഷം പിറന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബഹുജന സംഘടനകളും നിരോധിച്ചു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. മുഖ്യമന്ത്രി TK നാരായണപിള്ള സ്ഥലത്ത് വന്ന് ശൂരനാട് എന്നൊരു നാടിന് വേണ്ട എന്ന് തന്നെ പ്രഖ്യാപിച്ചു.
പിന്നീട് അവിടെ നടന്നത് നരനായാട്ടാണ്. പോലീസ് സ്ഥിരം ക്യാമ്പ് തുടങ്ങി. സംശയമുള്ളവരെയൊക്കെ ക്യാമ്പിൽ കൊണ്ടുപോയി ഭേദം ചെയ്തു. വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഭേദമില്ലാതെ പീഡനത്തിന് വിധേയരാക്കി. കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിലും സ്ഥലത്തെ എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നിരുന്ന ആളായിരുന്നു തണ്ടാശ്ശേരി രാഘവൻ. ജന്മിമാരുടെ കൊള്ളരുതായ്മയെ പരസ്യമായി ചോദ്യം ചെയ്തതോടെ അദ്ദേഹം അവരുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു. തണ്ടാശ്ശേരി കമ്മ്യൂണിസ്റ്റ് എന്ന മുദ്രകുത്തി ലോക്കപ്പിൽ അടച്ചു. അതിഭീകരമായ മർദ്ദനമാണ് അടൂർ ലോക്കപ്പിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയത്. മർദ്ദനത്തിനൊടുവിൽ അദ്ദേഹം മരിക്കുകയുമായിരുന്നു. ശൂരനയുടെ ആദ്യ രക്തസാക്ഷിയായി. 1950 ജനുവരി 18 മരണം. അതിനാൽ ജനുവരി 18 രക്തസാക്ഷി ദിനമായി ആചരിച്ചു വരുന്നു. പായ്ക്കാലിൽ ഗോപാലപിള്ള, കളക്കാട്ടുതറ പരമേശ്വരൻ നായർ, മഠത്തിൽ ഭാസ്കരൻ നായർ, കാഞ്ഞിരപ്പള്ളി വടക്ക് പുരുഷോത്തമക്കുറുപ്പ് എന്നിവരെ ലോക്കപ്പിലും ജയിലിലും വെച്ച് മർദ്ദിച്ചു കൊന്നു. പൂന്തിലേത്ത് വാസുപിള്ള, മലമേൽ കൃഷ്ണപിള്ള സാറ്, കാട്ടൂർ ജനാർദ്ദനൻ നായർ എന്നിവർ ക്രൂരമായ മർദ്ദനമേറ്റ് ജയിൽ വിമോചിതരായി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ചാലിത്തറ കുന്നച്ചൻ, പായ്ക്കാലിൽ രാമൻ നായർ എന്നിവരെ പറ്റി ഇന്നോളം ആർക്കും ഒരു അറിവുമില്ല. അവരെ പോലീസ് കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആർ ശങ്കരനാരായണൻ തമ്പി, തോപ്പിൽ ബാസി, ചേലക്കോട്ടത്ത് കുഞ്ഞിരാമൻ, പേരൂർ മാധവൻ പിള്ള, പനത്താഴ രാഘവൻ, നടവേടക്കാത്തിൽ പരമു നായർ, പായ്ക്കാലിൽ പരമേശ്വരൻ നായർ, കോതയിലിൽ വേലായുധൻ നായർ, ചാത്തൻകുട്ടി ചെറപ്പാട്ട്, അമ്പിയിൽ ജനാർദ്ദനൻ നായർ, അയണിവിള കുഞ്ഞിപ്പിള്ള, പോണൽ തങ്കപ്പക്കുറുപ്പ്, വിളയിൽ ഗോപാലൻ നായർ എന്നിവരുൾപ്പെടെ 26 പ്രതികൾ. അവരാരും ഇന്ന് നമ്മളോടൊപ്പമില്ല. എങ്കിലും കെടാത്ത ആവേശമായി അവർ ജ്വലിച്ചു നിൽക്കുകയാണ്.